എല്ലാവർക്കും ഹായ്. വിവരവും വിശകലന സേവനവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം. ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി നോക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും സൂക്ഷ്മമായി പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇനി നമുക്ക് കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യാം. 2025 ഏപ്രിൽ 09 വരെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം അനുസരിച്ച് കമ്പനി ഉപവിഭാഗത്തിൽ പെടുന്നു. നെക്സകം മെൻഡേസ് 56 ഓർഗനൈസേഷനുകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. വീഡിയോയുടെ ഫലത്തെ അടിസ്ഥാനമാക്കി എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ കാണും. ചോദ്യം ചെയ്യപ്പെടുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ്: 10.6.5. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 2.5 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ US സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തം സ്കോർ 1.9 പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സ്കോറിനെതിരെ 6.5 കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനം താരതമ്യം ചെയ്യുന്നു. ഉപവിഭാഗം ഓഹരികളും 12 മാസത്തിനുള്ളിൽ ഓഹരികൾ നമുക്ക് കാണാം. -56.6% ചലനാത്മക കാണിച്ചു. ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ 3.4%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കമ്പനിയുടെ വിപണി മൂലധനം $0.29 ബില്യൺ ആണ്. $622 ബില്യൺ ഉപവിഭാഗ മൂലധനം. 0.047% ഓഹരിയുണ്ട്. ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $0.21 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $40 ബില്യൺ ആണ്. -0.539% വിഹിതം പ്രതിനിധീകരിക്കുന്നു. വിപണിയുടെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും അധിനിവേശ ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക. എക്സ്ചേഞ്ച് മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ 0.047%. പുസ്തക മൂല്യം -0.539%. ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ 1247% കുറവാണ്. കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം, -1 പോയിന്റ്. വിശകലനം ചെയ്ത സ്ഥാപനത്തിന് സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല. കമ്പനിയുടെ കടബാധ്യതകളുടെ തലത്തിൽ ഫലം വളരെ നല്ലത്, 2 പോയിന്റുകൾ. കമ്പനിയുടെ വിപണി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം 4.7 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 27.3 ആണ്. ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ 83% കുറവാണ്. ഉപവിഭാഗത്തിന്റെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭസൂചകത്തിലേക്ക് വിനിമയ വിലയുടെ വിലയിരുത്തൽ വളരെ നല്ലത്, 2 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $63 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം $79 മില്യൺ ആണ്. ഇത് നിലവിലെ കണക്കിനേക്കാൾ 26.1% കൂടുതലാണ്. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിച്ച ഭാവി ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത്, 0.5 പോയിന്റ്. കമ്പനിയുടെ വില മുതൽ റവന്യൂ ബാലൻസ് 0.4 ആണ്. ഉപവിഭാഗം 2ലെ ശരാശരി, ഇത് ഉപവിഭാഗത്തേക്കാൾ 80% കുറവാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യം അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ നല്ലത്, 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $810 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $1020 മില്യൺ ആണ്.
നിലവിലെ കണക്കിനേക്കാൾ 26% കൂടുതലാണിത്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ വിൽപ്പന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. മാർജിൻ 7.7%. ഉപവിഭാഗത്തിൽ ശരാശരി 7.3%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 0.5%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 0.043%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തേക്കാൾ 9% കുറവാണ്. കമ്പനിയുടെ നിലവിലെ വിനിമയ വില തമ്മിലുള്ള പൊരുത്തക്കേടാണ് ഇത് കാണിക്കുന്നത്. ഒരുപക്ഷേ പുനർമൂല്യനിർണ്ണയത്തിലേക്ക്. ഒരു കമ്പനി ജീവനക്കാരന്റെ വിപണി മൂലധനം $296,000 ആണ്. ഉപവിഭാഗത്തിൽ $271,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 9.2%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം $63,400 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരിയോടൊപ്പം $9,900. കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 538%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പനയുടെ വിഹിതം $819,000 ആണ്. ഉപവിഭാഗത്തിൽ $137,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 498%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം കണക്കാക്കൽ നല്ലത് 0.5 പോയിന്റ്. ഓഹരികൾ 18.9% കുറവാണ്. ഉപവിഭാഗ ശരാശരി 3.1%. ഇതാണ് ഒരു ചെറിയ ഞെക്കലിന്റെ മൂല്യനിർണ്ണയം. സാങ്കേതിക സൂചകം 14 കമ്പനിയുടെ 25% നിലവാരം കാണിക്കുന്നു. ഉപവിഭാഗത്തിന് ലെവൽ 14 ഏകദേശം 35%. ശരാശരി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയുടേതിനേക്കാൾ ഉയർന്നതാണ്. കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം $18.78 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $27.34 ആണ്. നിലവിലെ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 46%. നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം. അത് എല്ലാവർക്കും ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ്. ഒരു നിശ്ചിത സീസണിൽ വിവരങ്ങളും റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനവും മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യവുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തിന്റെ ഫലമായി റഫറൻസ് റേറ്റിംഗ് സിസ്റ്റം ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. ഒരു ഷെയറിന് $18.77 എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക. കമ്പനിക്ക് താരതമ്യേന ഉയർന്ന മൂല്യമുള്ളതിനാലാണ് ഓർഡർ തുറന്നത്. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മോഡൽ ഉപയോഗിച്ചാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക. എടുക്കുക ലാഭം 21.06 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 16.48 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. 2025 മെയ് 09 ട്രേഡിംഗിന്റെ അവസാനം കരാർ സ്വതന്ത്രമായി അവസാനിക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ ഒരു ബാലൻസിംഗ് സെയിൽ ഓർഡർ ആണ്. ബാലൻസ് ഓർഡറിലെ വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതാണ്.
ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം യാന്ത്രികമായി നിശ്ചയിച്ചിരിക്കുന്നു. ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി. ജയ്ത് കഴിയത്.